Hello everyone, welcome to Kids Area Online. Class 4 English exam ആയിരുന്നു അല്ലേ? എക്സാം എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? നല്ലതുപോലെ എക്സാം എഴുതിയോ? യെസ്. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ? കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നു. ഈ ഒരു ടേമിന്റെ ക്ലാസ് ഇപ്പോൾ കഴിയും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ടേം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. LKG, UKG റെഗുലർ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നു. അത് സ്കൂളിൽ പോകാത്ത കുട്ടികൾക്കുള്ളതാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് UKGക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, മലയാളം റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, അത് ബേസിക് ക്ലാസ്സുകളാണ്. കുട്ടികൾക്ക് എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂട്ടി എഴുതുവാനും കൂട്ടി വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കുള്ള ക്ലാസ് ആണ്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ് ഇപ്പോൾ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഈ ബാച്ച് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. മലയാളം റീഡിംഗ് റൈറ്റിംഗിന്റെ ക്ലാസ് സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. 9746487799 ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. Activity 1. Listen and answer. Your teacher will tell you a story. Listen carefully. ടീച്ചർ നിങ്ങൾക്ക് ഒരു സ്റ്റോറി പറഞ്ഞു തന്നിട്ടുണ്ടാവുമല്ലോ. സ്റ്റോറി എന്തായിരുന്നു? One day, Tommy went to the zoo with his parents. ടോമിയുടെ പാരൻസിന്റെ കൂടെ സൂ കാണാൻ പോയി, മൃഗശാല കാണാൻ പോയി. A colorful peacock was dancing near the entrance. Wow! അവന്റെ ഗേറ്റിന് മുന്നിൽ എന്താണ്? ഒരു നല്ല ഭംഗിയുള്ള ഒരു പീകോക്ക് ഡാൻസ് ചെയ്യാണ്. Look at those colors. ആ നിറങ്ങൾ നോക്കിയേ, said ടോമി പറഞ്ഞു. Suddenly, പെട്ടെന്ന് he heard a loud roar. പെട്ടെന്ന് എന്താണ്? roar എന്നൊരു ശബ്ദം കേട്ടു. Tommy looked around. It was a lion standing on a big rock. അതൊരു സിംഹമായിരുന്നു. ഒരു വലിയ പാറപ്പുറത്തൊരു സിംഹം നിൽക്കുകയാണ്. He held his mother's hand tightly. Mom, he whispered. അമ്മയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. അമ്മയെ എന്ന് പതിയെ ഇങ്ങനെ മന്ത്രിച്ചു. The monkeys were jumping and swinging among the trees. മരങ്ങളിൽ monkeys എന്ത് ചെയ്യുന്നു? ചാടുന്നു, ആടുന്നു, ഇങ്ങനെ ചെയ്യണം. ഒരു monkey grabbed a banana from a girl and made a funny face. പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് ബനാന എന്ത് ചെയ്തു? പിടിച്ചെടുത്തു. എന്നിട്ട് മുഖം ഒരു ഫണ്ണി ഫേസ് ആക്കി കാണിച്ചു. Tommy laughed and waved it. ടോമി എന്ത് ചെയ്തു? ചിരിച്ചും കൊണ്ട് കൈ ഇങ്ങനെ വേവ് ചെയ്തു. Then he saw giraffes eating leaves from tall trees. എന്നാൽ ജിറാഫ് എന്ത് ചെയ്യുന്നു? വലിയ മരങ്ങളിൽ നിന്ന് ഇലകൾ കഴിക്കുകയാണ്. An elephant was spraying water on its baby. ആന എന്ത് ചെയ്യാണ്? ആനയുടെ ബേബിയിൽ പുറത്തിങ്ങനെ വെള്ളം സ്പ്രേ ചെയ്യുകയാണ്. The baby elephant jumped and flapped its ears happily. എന്താണ്? ബേബി എലിഫന്റ് ചാടുന്നു, സന്തോഷം കൊണ്ട് ചെവിയാട്ടുന്നു. I love animals. Tommy jumped with joy. ടോമി ഞാൻ ആനിമൽസിനെ ഇഷ്ടപ്പെടുന്നു, സന്തോഷം കൊണ്ട് ഇങ്ങനെ ചാടി. Can we come again? ഞങ്ങൾ വീണ്ടും വരുമോ? Sure, smiled his father. അച്ഛൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഉറപ്പായിട്ടും വരും. Tommy waved to the animals and left the zoo. ടോമി അനിമൽസിനെ കൈ കാണിച്ചിട്ട് എന്ത് ചെയ്തു? സൂവിൽ നിന്ന് പോന്നു. First question, where did Tommy go with his parents? ടോമി പാരൻസിന്റെ കൂടെ എവിടെയാണ് പോയത്? സൂ. Tommy heard the loud roar of a ടോമി കേട്ടു roar sound. ആരുടേതാണ്? lion. What was the elephant doing? Spraying water on its baby, playing with a ball, drinking water from the pond, lying on the floor. Spraying water on its baby. Who was dancing near the entrance? Entrance ആരാ ഡാൻസ് ചെയ്തുകൊണ്ടിരുന്നേ? Peacock. I love animals. Who said so? ഇങ്ങനെ പറഞ്ഞതാരാ? I love animals എന്ന് പറഞ്ഞതാരാ? ടോമി. അപ്പോൾ ഇതായിരുന്നു ആക്ടിവിറ്റി 1ന്റെ ആൻസേഴ്സ്. എല്ലാവരും കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടാവും. ആക്ടിവിറ്റി 2 റീഡ് ആൻഡ് റൈറ്റ് തന്നെയാണ്. Read the following story and answer the questions given below. Mia's parents surprised her with a new camera on her birthday. Mia's eyes sparkled as she held the camera. She was eager to take her first shot. She walked around her backyard and took photos of flowers, birds, and trees. As the sun began to set, she captured a stunning sunset also. It was a perfect shot. This is very nice, said mother. Mia's parents were impressed by her talent in photography and encouraged her. Keep practicing photography. You will become a fine photographer, her father said. After that, Mia became more confident in photography. She captured the beauty of the world. മിയയുടെ പാരൻസ് മിയയ്ക്ക് ഒരു പുതിയ ക്യാമറ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു. മിയയുടെ കണ്ണുകൾ തിളങ്ങി അത് കിട്ടിയപ്പോൾ മിയ എന്ത് ചെയ്തു?
ഓരോ ഫോട്ടോസ് എടുക്കാൻ തുടങ്ങി. ബാക്ക് യാർഡിൽ പോയിട്ട് ഫസ്റ്റ് ഫോട്ടോ എടുക്കാൻ പോയി. ബാക്ക് യാർഡിൽ ഫ്ലവേഴ്സിൻ്റെയും ബേർഡ്സിൻ്റെയും ട്രീസിൻ്റെയൊക്കെ ഫോട്ടോ എടുത്തു. എന്നിട്ട് സൺസെറ്റിൻ്റെ ഫോട്ടോ എടുത്തു. അങ്ങനെ മിയയുടെ പേരൻസ് എന്ത് ചെയ്തു? മിയയുടെ ആ കഴിവിൽ എന്താണ് ഇംപ്രസ് ആയി. എന്നിട്ട് പറഞ്ഞു നിന്നെ കൊണ്ട് കഴിയും, നീ നന്നായിട്ട് ചെയ്യണം. പിന്നെ മിയ എന്ത് ചെയ്യാൻ തുടങ്ങി? കോൺഫിഡൻ്റ് ആയിട്ട് ഫോട്ടോ എടുക്കാൻ തുടങ്ങി. നമ്മുടെ വേൾഡിലെ നല്ല സുന്ദരമായ കാര്യങ്ങൾ ഫോട്ടോ എടുക്കാൻ തുടങ്ങി. ഓക്കെ, ഇതാണ് പറയുന്നത്. ഇതിൽ നിന്ന് വരുന്ന ചോദ്യം, വാട്ട് ഡിഡ് മിയ ഗെറ്റ് ഫോർ ഹെർ ബർത്ത്ഡേ? ബർത്ത്ഡേക്ക് മിയയ്ക്ക് എന്താണ് കിട്ടിയത്? എന്താ കിട്ടിയേ? ക്യാമറ. മിയ ടുക്ക് ഫോട്ടോസ് ഓഫ്. മിയ എന്തിൻ്റെ ഫോട്ടോസ് ആണ് എടുത്തത്? ബാക്ക് യാർഡിൻ്റെ ആണോ, അനിമൽസിൻ്റെ ആണോ, ഫ്ലവേഴ്സ്, ബേർഡ്സ് ആൻഡ് ട്രീസിൻ്റെ ആണോ, ഹിൽസിൻ്റെ ആണോ? ഫ്ലവേഴ്സ്, ബേർഡ്സ് ആൻഡ് ട്രീസ്. ദിസ് ഈസ് വെരി നൈസ്, മിയാസ് മദർ സെഡ് ലുക്കിംഗ് അറ്റ് ദ ഫോട്ടോ ഓഫ്. എന്ത് കണ്ടിട്ടാണ് ഇത് കൊള്ളാന്ന് പറഞ്ഞത് മിയയുടെ അമ്മ? ക്യാമറ കണ്ടിട്ടാണോ, ഫ്ലവേഴ്സ് കണ്ടിട്ടാണോ, ട്രീസ് കണ്ടിട്ടാണോ, സൺസെറ്റ് കണ്ടിട്ടാണോ? സൺസെറ്റിന്റെ ഫോട്ടോ കണ്ടിട്ട്. ഓക്കെ. ഹൗ ഡിഡ് മിയാസ് പാരൻസ് റിയാക്ട് ടു ഹെർ ഫോട്ടോസ്? ഫോട്ടോസ് കണ്ടിട്ട് മിയയുടെ പാരൻസ് എങ്ങനെയാ മിയയോട് റിയാക്ട് ചെയ്തേ? അവളെ പ്രോത്സാഹിപ്പിച്ചു. എൻകറേജ്ഡ്, പ്രോത്സാഹിപ്പിച്ചു. ഓക്കെ, അപ്പോൾ ആക്ടിവിറ്റി 2 എല്ലാവരും എഴുതിയല്ലോ. ആക്ടിവിറ്റി 3, മീറ്റ് ദ ഹീറോ. A former student of your school gets a literary award for the best novel. അപ്പോൾ എന്ത് ചെയ്യാം? അവിടെ ഒരു നല്ല നോവലിന് അവാർഡ് കിട്ടിയ ഒരു പഴയ സ്റ്റുഡൻറ്റ് നിങ്ങളുടെ സ്കൂളിൽ വന്നു. അവരോട് എന്ത് ചെയ്യാണ്? നിങ്ങൾ സംസാരിക്കുകയാണ്. അപ്പോൾ പ്രിപ്പയർ സം ക്വസ്റ്റ്യൻ ടു ടോക്ക് വിത്ത് ദ ഗസ്റ്റ്. ആ ഗസ്റ്റിനോട് ചോദിക്കാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുക. 4ാമത്തെ ആക്ടിവിറ്റി 4 2 ഉണ്ട്. എയും ബിയും ഉണ്ട്. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഫസ്റ്റ് വൺ കോൺവെർസേഷൻ ആണ്. ലിലി ക്രൈഡ് ബിക്കോസ് ഷീ വാസ് സെപ്പറേറ്റഡ് ഫ്രം ഹെർ ബെസ്റ്റ് ഫ്രണ്ട് മാക്സ്. മാക്സ് വാസ് ഓൾസോ സാഡ് മിസ്സിംഗ് ഹിസ് ഫ്രണ്ട് ലിലി. സോ മാക്സ് കോൾഡ് ഹെർ ഓൺ ഹെർ മൊബൈൽ ഫോൺ. എന്താണ് ഇവിടെ? മാക്സും ലിലിയും അവർ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. പക്ഷെ അവരെന്ത് ചെയ്തു? അവർ പിണങ്ങിയപ്പോൾ അവർക്ക് തമ്മിൽ വിഷമമായി. വിഷമയപ്പോൾ മാക്സ് എന്ത് ചെയ്തു? നേരെ ലിലിയെ ഫോൺ ചെയ്തു. ഹേയ് ലിലി, ഇറ്റ്സ് മീ മാക്സ്. എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, ഹലോ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ അവർ എന്താണ്? പിണക്കം മാറ്റിയിട്ടുണ്ടാവും അല്ലേ? സംസാരിച്ച് പിണക്കം മാറ്റിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവുക. ബി ക്വസ്റ്റ്യൻ, ലുക്ക് അറ്റ് ദ പിക്ചർ, സം ഈവൻസ് ആർ ഗിവൺ ബിലോ, ഡിസ്ക്രൈബ് ദ ഈവൻസ് ഇൻ ടു എ നാരേറ്റീവ്. ഇതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് എഴുതാനാണ്. ഇവിടെ എന്താണ്? വെള്ളപ്പൊക്കമാണെന്ന് മനസ്സിലായി, ഫ്ലഡാണ്, ഹെലികോപ്റ്റർ വരുന്നുണ്ട്, ഹെലികോപ്റ്ററിൽ കുട്ടിയെ രക്ഷപ്പെടുത്തുന്നുണ്ട്, പാരൻസിനെ തിരിച്ചേൽപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഈവൻസ് വെച്ചിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. 5ാമത്തെ ആക്ടിവിറ്റി ഇതുപോലെ അറ്റംപ്റ്റ് എനി വൺ ഫോളോയിങ്, ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അല്ലെങ്കിൽ ഡയറി എൻട്രി ആണ്. ദ ഫയർമാൻ ചെക്ക് ദിൽനാസ് മദർ ആൻഡ് ഗേവ് ഹെർ ഫസ്റ്റ് എയ്ഡ്. സ്ലോലി ഷീ ഓപ്പൺ ഹെർ ഐസ്. ദാറ്റ് നൈറ്റ് ദിൽന റോട്ട് ഹെർ ഫീലിംഗ് ഇൻ ഹെർ ഡയറി. ഫയർമാൻ ദിൽനയുടെ അമ്മ എന്ത് ചെയ്തു? ഫസ്റ്റ് എയ്ഡ് കൊടുത്തു. ദിൽനയുടെ അമ്മ കണ്ണു തുറന്നു. അന്ന് രാത്രി ദിൽന എഴുതിയ ഡയറി എഴുതാനാണ്. ഓക്കെ. ബി ക്വസ്റ്റ്യൻ നോട്ടീസ് ആണ്. ദിൽന വാസ് ഇൻവൈറ്റഡ് ടു യുവർ സ്കൂൾ ടു റിസീവ് ആൻ അവാർഡ് ഫോർ ഹെർ ബ്രേവറി. പ്രിപ്പയർ എ നോട്ടീസ് ഫോർ ദ പ്രോഗ്രാം. നോട്ടീസ് തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു 5 ബി ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതായിരുന്നു 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ. എല്ലാവരും നല്ലതുപോലെ എഴുതിയിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻസ് ഈസി ആയിരുന്നു. ഇതിൻ്റെ ആൻസേഴ്സ് ടീച്ചർ എക്സാം കഴിയുമ്പോൾ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നു. ഈ ഒരു ടേമിൻ്റെ ക്ലാസ് ഇപ്പോൾ കഴിയും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ടേം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. LKG UKG റെഗുലർ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നു. അത് സ്കൂളിൽ പോകാത്ത കുട്ടികൾക്കുള്ളതാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് UKGക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, മലയാളം റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, അത് ബേസിക് ക്ലാസ്സുകളാണ്. കുട്ടികൾക്ക് എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, കൂട്ടി എഴുതുവാനും കൂട്ടി വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കുള്ള ക്ലാസ് ആണ്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ് ഇപ്പോൾ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഈ ബാച്ച് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. മലയാളം റീഡിംഗ് റൈറ്റിംഗിന്റെ ക്ലാസ് സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. 9746487799. ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.